തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഏറ്റുപറച്ചിലുകൾ, കൺഫെഷൻ, മലയാളത്തിൽ കുമ്പസാരം എന്ന് പറയും. കുമ്പസാരത്തെക്കുറിച്ച് ധാരാളം വിവാദങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റു മതസ്ഥരും ക്രിസ്തീയ വിമതരും വളരെയധികം ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വാക്കാണ് കുമ്പസാരം. കഴിഞ്ഞ വർഷം കുമ്പസാരം എന്ന അതിവിശുദ്ധ കൂദാശയുടെ മറവിൽ ലൈംഗിക ചൂഷണം നടത്തിയ ചില ക്രിമിനൽ സ്വഭാവമുള്ള പട്ടക്കാർ എക്സ്പോസ്ഡായി വലിയ വാർത്തയും കോളിളക്കവും ഒക്കെ ഉണ്ടായി. അതേ തുടർന്നാണ് ഈ കുമ്പസാരം എന്ന കൂദാശ വളരെ ആക്ഷേപകരമായ രീതിയിൽ ഇതെന്തിനാണ്, ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയുള്ള തരത്തിൽ ചർച്ചയിലേക്ക് വന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. കുമ്പസാരം എന്നത് കത്തോലിക്ക സഭയുടെ ഒരു ഉപദേശം എന്നതിലുപരി അത് ബൈബിൾ നൽകുന്ന ഒരു ഉപദേശമാണ്. ബൈബിളേതരമായ, വേദപുസ്തകേതരമായ അല്ലെ വേദപുസ്തക വിരുദ്ധമായ ഒരു ഉപദേശമോ പ്രാക്ടീസോ അല്ല കുമ്പസാരം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആ വാക്യം വായിച്ചത്. കുമ്പസാരത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ബൈബിളിലും അതിൻ്റെ മുഖ്യ ആശയം പാപങ്ങൾ ഏറ്റുപറയുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക നിങ്ങളുടെ ബൈബിളിൽ. കുമ്പസാരം ആവശ്യമില്ല, അല്ലെ കുമ്പസാരിക്കേണ്ട. നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ, ഹൈവേയിലൂടെ പോകുമ്പോൾ ധാരാളം അപകടങ്ങൾ കാണാൻ പറ്റും. ഇടിച്ച് തകർന്ന് കിടക്കുന്ന കാറ്, മറിഞ്ഞു കിടക്കുന്ന കാറ്. ഒരുപക്ഷെ നിങ്ങളൊരു ഹോണ്ടായുടെ കാറിലായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒരു ഷെവർലെ കാർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. അപ്പം കൂടെയുള്ള ആൾ പറയുകയാണ്, സാരമില്ല, നമ്മളിരിക്കുന്നത് ഹോണ്ട കാറിലാണ്, അപകടത്തിൽപ്പെട്ടത് ഷെവർലെ കാറാണ്, കുഴപ്പമില്ല. പക്ഷെ കുറെ കൂടെ ചെല്ലുമ്പോൾ ഒരു ടൊയോട്ട കാർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മൾ പറയും, ഓ നമ്മുടേത് ഹോണ്ടയാണ്, നമ്മൾ ഹോണ്ടയിലാണ്. പക്ഷെ പിന്നെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നത് ഹോണ്ട കാറ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ കാറ് നിർത്തി കാർ യാത്ര എന്നേക്കുമായി അവസാനിപ്പിക്കുക. പിടിക്കപ്പെട്ടത് ഓർത്തഡോക്സിലെ വൈദികരാണ്. കൂട്ടമായി ഒരു വീട്ടമ്മയെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി. അക്ഷന്തവ്യമായ അപരാധമാണ്. അവര് 2000 വർഷമായിട്ടുള്ള വിശുദ്ധ ഗണത്തോട് മുഴുവനാണ് പാപം ചെയ്തത്. സുറിയാനി സഭയുടെ സഹതന്മാർക്കെതിരായിട്ടുള്ള പാപമാണ് ഓർത്തഡോക്സിലെ വൈദികർ ചെയ്തത്. ഈ തലമുറയിൽ നിലനിൽക്കുന്ന ഒരു പാപമല്ലത്. പൂർവിക തലമുറയിലേക്ക് ഒരു വൈദികൻ പിഴയ്ക്കുമ്പോൾ ആ പിഴയ്ക്കുന്നതിന് ഒരു ത്രികാല സ്വഭാവമുണ്ട്. ഒരു അൽമാവിന്റെ പാപം പോലെയല്ല ഒരു വൈദികൻ പാപം ചെയ്യുമ്പോൾ. നിങ്ങൾക്കത് ന്യായപ്രമാണം വായിക്കുമ്പോൾ അറിയാം. ഒരു സാധാരണ വ്യക്തി പാപം ചെയ്താൽ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു കുറുപ്രാവിനെ അർപ്പിച്ചാൽ മതിയാകും. ജനത്തിലെ പ്രമാണി, ജനത്തിലെ മൂപ്പൻ പാപം ചെയ്താൽ അവന്റെ പരിഹാരത്തിന് പ്രാവ് മതിയാകില്ല, ഒരാടിനെ
യാഗം കഴിക്കേണ്ടി വരും. ജനക്കൂട്ടം ഒന്നായി പാപം ചെയ്താൽ, ഒരു സമൂഹത്തിന്റെ പാപം ഒരുമിച്ച് വന്നാൽ അതിന്റെ പരിഹാരത്തിനായിട്ടും ഒരാടിനെ യാഗം കഴിച്ചാൽ മതി. അതായത് ജനത്തിലെ പ്രമാണി പിഴയ്ക്കുക എന്ന് പറഞ്ഞാൽ സമൂഹം മൊത്തം പിഴയ്ക്കുക എന്നാണ്. അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന്റെ പാപത്തിന്റെ വിലയും പ്രമാണിയുടെ അല്ലെങ്കിൽ ലീഡറുടെ പാപത്തിന്റെ വിലയും ഒരുപോലെയാണ്. കാരണം ലീഡർ പിഴച്ചാൽ സമൂഹം മൊത്തം പിഴയ്ക്കും. അതുകൊണ്ടാണ് ഒരാടിനെ കൊടുക്കേണ്ടത്. സമൂഹത്തിന് കൊടുക്കുന്ന അതേ വിലയാണ് ഒരു ലീഡർക്ക് കൊടുക്കുന്നത്. എന്നാൽ ഒരു പുരോഹിതൻ പിഴച്ചാൽ ആ പാപത്തിന്റെ പരിഹാരത്തിന് ഒരാട് മതിയാകയില്ല, അതൊരു കാളയെ തന്നെ ബലി കഴിക്കണമെന്നാ പറയും. ഒരു പുരോഹിതന്റെ പാപം. അപ്പൊ പുരോഹിതൻ ഒരു കാളയെ വലിച്ചുകൊണ്ട് യാഗപീഠത്തിലേക്ക് പോകുമ്പോൾ അത് ഗോപ്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഒരു വിശ്വാസിക്ക് അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഒരു കുറുപ്രാവിനെ കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് യാഗം കഴിച്ചിട്ട് പോരാൻ പറ്റും, ഗോപ്യമായിട്ട് പരിഹരിക്കാൻ പറ്റും. ഒരു പ്രമാണി പിഴച്ചാൽ ഒരാടിനെ കൊടുക്കേണ്ടി വരും. ആടുകളുടെ യാഗം ധാരാളം നടക്കുന്നുണ്ട്, ഒരുപാട് ആട് വരുന്നുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ആടുകളിൽ ഒരാടായിട്ട് പ്രമാണിമാരുടെ പാപങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുന്നു, ജനക്കൂട്ടത്തിന്റെ പാപം പരിഹരിക്കപ്പെടുന്നു, ഗോത്രങ്ങളുടെ കുലങ്ങളുടെ പാപം പരിഹരിക്കപ്പെടുന്നു, ധാരാളം ആടുകൾ ബലിയർപ്പിക്കപ്പെടുന്നു. അപ്പൊ ആടുകളിൽ ഒരാടായിട്ട്, ആൾക്കൂട്ടത്തിൽ ഒന്നായിട്ട്, ആ ആടുകളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് ഒരാടിനെ തനിക്ക് വേണ്ടി കൂടെ ബലി കഴിച്ച് പുരോഹിതന്റെ പാപത്തെ പരിഹരിക്കാൻ ന്യായപ്രമാണം അനുവദിക്കുന്നില്ല. മറിച്ച് പുരോഹിതൻ ഒരു കാളയെ ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി, വ്യതിരിക്തമായി എടുത്തു കാണിക്കുക. പുരോഹിതന്റെ പാപം പരസ്യമായി എക്സ്പ്രസ് ചെയ്യപ്പെടുകയാണ്, എക്സിബിറ്റ് ചെയ്യപ്പെടുകയാണ്, പബ്ലിസൈസ് ചെയ്യുകയാണ്. ഇതാണ് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ. എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണി പാപം ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ പാപം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായ വീഴ്ചയാണ് ഒരു പുരോഹിതന്റെ വീഴ്ച, അല്ലെങ്കിൽ പാപം, അപഭ്രംശം, വ്യതിചലനം. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ കുമ്പസാരത്തിന്റെ മറവിൽ നടന്ന ആ ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് 3 കാലങ്ങളിലേക്ക് നിലനിൽക്കുന്ന വലിയ പാപമാണ്. അപ്പോൾ ഈ ഹോണ്ട വണ്ടി അപകടത്തിൽപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന, അപ്പൊ ആദ്യം ഒരു കത്തോലിക്ക പുരോഹിതനാണ് തെറ്റിയത്, കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മുടെ വണ്ടിക്ക് കുഴപ്പമില്ല, നമ്മുടെ ബ്രാൻഡ് വേറെയാണ്. പിന്നെ ചെല്ലുമ്പോൾ അടുത്ത ബ്രാൻഡിൽ പെട്ടത്. പക്ഷെ അവസാനം നിങ്ങളുടെ വണ്ടി, നിങ്ങളുടെ ബ്രാൻഡിലുള്ള വണ്ടി അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന കണ്ടാൽ നിങ്ങൾ അന്നുകൊണ്ട് കാറിൽ സഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇല്ല എങ്കിൽ അതേ യുക്തിയും ന്യായവും ഇവിടെയും ബാധകമാണ്. ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതന് ഒരു പിഴവ് സംഭവിച്ചു എന്നതുകൊണ്ട് സഭയുടെ കൂതാശകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ചിന്ത അത് ഒട്ടും യുക്തിപരമായ ചിന്തയല്ല. അത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവർ അതേ യുക്തി മറ്റു മേഖലകളിൽ കൂടെ ആപ്ലിക്കബിൾ ആക്കണം, എങ്കിലേ ശരിയാവത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ കുമ്പസാരത്തെ കുറിച്ച്, ഏറ്റുപറച്ചിലിനെ കുറിച്ചാണ് പറയുന്നത്. പാപം ഏറ്റുപറയുക. സക്കേവൂസ് നിന്നുകൊണ്ട് കർത്താവിനോട്, നിന്നുകൊണ്ട് പരസ്യമായിട്ട്, സോ ഇറ്റ് വാസ് എ പബ്ലിക് കൺഫെഷൻ, കർത്താവേ, എൻ്റെ വസ്തുവിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിയായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. ഇറ്റ് വാസ് എ പബ്ലിക് കൺഫെഷൻ. കുമ്പസാരത്തെക്കുറിച്ച് പരിഹസിക്കുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ ബൈബിൾ മാതൃക പിന്തുടരണം.
ബൈബിൾ മാതൃക പരസ്യമായി പാപങ്ങൾ ഏറ്റുപറയുക എന്നുള്ളതാണ്. പരസ്യമായി. നിങ്ങളുടെ സഭയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ? കത്തോലിക്ക സഭയിലുള്ള കുമ്പസാരത്തെ നമ്മൾ വിമർശിക്കുകയും പരിഹസിക്കുകയും അൺബിബ്ലിക്കലാണെന്ന് ആക്രോശിക്കുകയും ചെയ്യുമ്പോൾ ബിബ്ലിക്കൽ പാറ്റേൺ ഇവിടെയുണ്ട്. പാപങ്ങളെ ഏറ്റുപറയുന്നത് എങ്ങനെയാണ്? പാപങ്ങളെ ഏറ്റുപറയുന്നത് പരസ്യമായി പാപങ്ങളെ ഏറ്റുപറയുന്ന. പ്രവൃത്തികളുടെ പുസ്തകം 19 അധ്യായം 18 വാക്യം, വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. പാപങ്ങൾ ഏറ്റുപറഞ്ഞു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3 അധ്യായം 5 വാക്യം, അന്ന് യെരുശലേമിലും യഹൂദിയ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് സ്നാപക യോഹന്നാന്റെ അടുക്കൽ ചെന്നു. തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്നാനമേറ്റു. നിങ്ങളുടെ സ്നാനം അങ്ങനെയാണോ? പെന്തക്കോസ്തിൽ നടക്കുന്ന സ്നാനം അങ്ങനെയാണോ? പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പബ്ലിക് കൺഫഷൻ. ആദിമ സഭയിൽ പബ്ലിക് കൺഫഷൻ ആയിരുന്നു. പരസ്യമായി പാപങ്ങൾ ഏറ്റുപറയുമായിരുന്നു, അനുദപിക്കുമായിരുന്നു. പാപങ്ങളെക്കുറിച്ചുള്ള അനുതാപം. ആ അനുതാപത്തോടുകൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ടാണ് അവർ റിക്കൺസിലിയേഷൻ അഥവാ അനുരഞ്ജനം പ്രാപിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് അത് പല കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നതുകൊണ്ട് സഭയുടെ പ്രതിനിധിയായി സഭയോട് മുഴുവനായി പാപത്തെ പ്രസ്താവിക്കുന്നതിന് പകരമായി പുരോഹിതന്റെ അടുക്കൽ പാപങ്ങൾ ഏറ്റുപറയും. ഒരു പുരോഹിതന്റെ അടുക്കൽ മറ്റും ചെന്ന് പാപം ഏറ്റു പറയുക എന്തൊരു പ്രാകൃതമായ നടപടിയാണ് എന്ന് ചിന്തിക്കുന്നവർ പുരോഹിതന്റെ അടുക്കൽ പാപം ഏറ്റു പറയുന്നത് കുറെ കൂടെ അഡ്വാൻസ്ഡ് ഫോമാണ്, അഡ്വാൻസ്ഡ് മോഡാണ്. നിങ്ങൾ ഈ സോളാ സ്ക്രിപ്ചറെ അല്ലെ ബൈബിൾ മാത്രമാണ്, ബൈബിളെ ഹോൾഡ് ചെയ്യുക, അതെ പിടിക്കുക. പുരോഹിതന്റെ അടുത്ത് നിങ്ങൾ ഏറ്റു പറയണ്ട, നിങ്ങൾ പരസ്യമായിട്ട് പറ. എന്താ അങ്ങനെ കൊള്ളാവോ? നിങ്ങളെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. പാപങ്ങളെ ഏറ്റുപറയുന്ന, ആ പരസ്യമായിട്ട് ഏറ്റുപറയുന്ന ആ പ്രാക്ടീസിൽ നിന്ന് പുരോഹിതന്റെ അടുക്കൽ ഏറ്റുപറയാനുള്ള ഒരു കൂടുതൽ സൗകര്യം, അല്ലെങ്കിൽ കുറെ കൂടെ ജനപ്രിയമായി പരിഷ്കരിക്കപ്പെട്ടു. അങ്ങനെയാണ് കുമ്പസാരത്തിന്റെ ഒരാദിമ രൂപം വരുന്നത്. പാപമോചനം ആ കാലഘട്ടത്തിലും പുരോഹിതൻ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് AD 95 കൊരിന്ത്യക്കാർക്ക് എഴുതിയ വിശുദ്ധ ക്ലീമീസിന്റെ ലേഖനത്തിൽ കുമ്പസാരത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ അലക്സാണ്ട്രിയയിലെ അത്താനാഷ്യസ്
പുരോഹിതന്റെ കൈകളാൽ പാപമോചനം നൽകപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപമോചനം എന്നുള്ളത്, പാപമോചന അധികാരം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ഉപദേശമാണ്. അത് വേദപുസ്തകത്തിന്റെ ഉപദേശമാണ്, അത് സഭയുടെ ഉപദേശമാണ്, അത് സത്യോപദേശമാണ്. പാപമോചനത്തിനുള്ള അധികാരം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ, അവിടെയാണല്ലോ പ്രധാനമായിട്ടും ഇതേക്കുറിച്ച് നമ്മൾ കാണുന്നത്. 19-ാമത്തെ വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്ലോറിയസ് ദർബാറിൽ ഒരാൾ സംശയം ചോദിച്ചാണ്. സംശയമല്ല, അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നൊരു വിഷയമാണ് ഈ വാക്യത്തെക്കുറിച്ച്. അപ്പൊ ഞാൻ പലപ്പോഴും ഈ ലൈവിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു എണ്ണിയാലൊടുങ്ങാത്ത തവണ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ദൈവം തമ്പുരാൻ ഒരു TV സ്ക്രീൻ വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളത് ഓൺ ചെയ്ത് ട്യൂൺ ചെയ്യണം. വേദപുസ്തകം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷം വായിക്കുമ്പോൾ ഞാനത് റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണ്ടേ? ഓർത്തഡോക്സ് വേ ഓഫ് റീഡിങ് ബൈബിൾ എങ്ങനെ വായിക്കുന്നത്? നിങ്ങളുടെ TV ഓൺ ചെയ്യണം, മനസ്സിലെ, വീട്ടിലെ അല്ല, മനസ്സിലെ. എന്നിട്ട് അതിങ്ങനെ ഭാവനയെ കാണണം, അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ഈ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച്, നിങ്ങൾ അങ്ങനെ വായിച്ചു പോകരുത്, സ്പീഡിൽ വായിച്ചു പോകരുത്. ഞാൻ ഇന്നലെ ഒരു ബുക്ക് വായിച്ചത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ഗ്ലോറിയസ് ഗോസ്പലിൽ ഷെയർ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഈ ലൈവ് കഴിയുമ്പോൾ ഒന്നുകൂടെ മേക്ക് ഷുവർ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓർത്തഡോക്സ് വേയിൽ ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് നല്ലൊരു ബ്യൂട്ടിഫുൾ ബുക്കാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ തൽക്കാലം നിങ്ങൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ അത് മനസ്സിൽ കാണുക. യേശു തമ്പുരാൻ പടകിൽ കയറി. നിങ്ങൾ ഈ മനസ്സിലിട്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ വർഷങ്ങളായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ ആ ഒരു രീതി അവലംബിക്കുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് പലപ്പോഴും മറ്റു പലരും കാണാത്തത് കാണാൻ പറ്റും, നിങ്ങൾക്കും പറ്റും. പ്രത്യേകിച്ച് സിദ്ധിയൊന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു സംഭവത്തിന്റെ വീഡിയോ ഫുട്ടേജ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം ആരും കാണാത്തൊക്കെ കാണാൻ പറ്റും. അപ്പം അതുപോലെ നമ്മുടെ മനസ്സിലൂടെ ഇതിനെ റിക്രിയേറ്റ് ചെയ്ത് മനസ്സിൽ കാണുക. ഇപ്പൊ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഒരു മുറിക്കകത്തിരിക്കുകയാണ് ശിഷ്യന്മാർ. നിങ്ങൾ നോക്കുക, ഇപ്പൊ ഇങ്ങനെ ഒരു മുറി, ആ മുറിക്കകത്ത് വാതിലെല്ലാം അടച്ചിട്ട് യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാരെല്ലാം മുറിക്കകത്തിരിക്കുക. ഇപ്പം അടച്ചിട്ടിരിക്കുന്ന മുറിയില് യേശു ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. ഇനി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് ആ പിക്ചർ എല്ലാം കൊണ്ടുവരിക. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാര് മുറി അടച്ച് മുറിക്കകത്തിരിക്കുന്നു. അപ്പൊ ആ അടച്ച മുറിക്കകത്തേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് യേശു കർത്താവ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് സമാധാനം. അപ്പൊ ഇവരെ സംബന്ധിച്ച് എന്തിനാണ് ഈ മുറി അടച്ചിരിക്കുന്നത്? രണ്ട് കാര്യമാണ്. യഹൂദന്മാരെ പേടിച്ചിട്ട്, അപ്പൊ അവരോടുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച് ഇവര് മുറിക്കകത്തിരിക്കുകയാണ്.
അവരെയുള്ള ഭയം ഇവരെ ഭരിക്കുകയാണ്. ഭയമാണ്. ഇപ്പൊ രണ്ട് പ്രശ്നമാണ്. വേർപാടുമുണ്ട്, ഭയവുമുണ്ട്. വേർപാടുമുണ്ട്, ഭയവുമുണ്ട്. യേശു പറയാണ്, നിങ്ങൾക്ക് സമാധാനം. സ്ലോമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീലിംഗ് ആണ്. ഹീലിംഗ്, സൗഖ്യം, ബ്രിഡ്ജ് ചെയ്യാം. അടഞ്ഞ മുറിക്കകത്ത് തണുത്തു മരവിച്ച ഹൃദയങ്ങളുമായിരിക്കുന്ന ആ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നിട്ട് യേശു പറയാണ്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ? വല്ല സമാധാനം ഉണ്ടോ അവർക്ക്? ഒരു സമാധാനമില്ല. അപമാനിക്കപ്പെട്ട തപിച്ച ഹൃദയമാണ്, മുറിവേറ്റ ഹൃദയമാണ്, അല്ലെ? മുറിവേറ്റ ഹൃദയം, അപമാനിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാ കർത്താവിനെ ക്രൂശിച്ചേ? എന്തായിരുന്നു അവൻ ചെയ്ത തെറ്റ്? സമാധാന ശ്രമങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ ഒരു വെല്ലുവിളി നേരിടേണ്ടതുണ്ട്. ഈ മുറിക്കകത്ത് അടച്ചിരിക്കുന്ന ആളുകളുടെ അഭിപ്രായത്തിൽ, ശിഷ്യന്മാരുടെ അഭിപ്രായത്തിൽ 100% ന്യായം അവരുടെ പക്ഷത്താണ്. ഞങ്ങൾക്ക് ഇനി അവരുമായിട്ടൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. മുറി അടച്ചു. യഹൂദന്മാരുടെ മുഖത്തിന് നേരെ മുറി അടച്ചിട്ടിരിക്കുന്ന, കഥ അടച്ചിട്ടിരിക്കുക. അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അവർ നമുക്ക് നീതി നിഷേധിച്ചവരാണ്. നമ്മുടെ നാഥനെ ക്രൂശിച്ചു, നമ്മെ അപമാനിച്ചു. ഭയവും നിരാശയും അപമാനവും എല്ലാം ഇവരെ ഭരിക്കുകയാണ്. അവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ്, സ്ലോമോ, നിങ്ങൾക്ക് സമാധാനം. എന്താണ് അതിന്റെ അർത്ഥം? അന്യോന്യം സ്ലോമോ നൽകി കർത്താവിൻ സ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തൻ സ്ലോമോയും നൽശൈലോയും നമ്മെ കാക്കട്ടെന്നാളും തൻ സ്ലോമോയും നൽശൈലോയും നമ്മെ കാക്കട്ടെന്നാളും. ഈ മുറി അടച്ചിട്ടിരിക്കുന്ന യഹൂദന്മാരോട് വന്നിട്ട് സ്ലോമോ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യേശു പറയുന്നത്, ലെറ്റ് us open this door. നമുക്ക് ഈ കതക് തുറക്കാം. ഈ കതക് തുറക്കാത്തിടത്തോളം കാലം റിക്കൺസിലിയേഷൻ, അനുരഞ്ജനം സാധ്യമാവുകയില്ല. Let us open this door. നമുക്കിത് തുറക്കാം. ഭയമാണപ്പോ. നമുക്ക് നോക്കാം അവിടെ എന്താണ് അടുത്തതായിട്ട് പറയുന്നത്. യഹൂദന്മാരെ പേടിച്ച് ഇത് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ആ ഭാവനെ കാണുന്നത്,
ഇവരുടെ അകത്തുള്ള വിഷയം എന്താണ്? പേടിയാണ്. യഹൂദന്മാരെ പേടിയാണ്. കാരണം അവരുടെ ഗുരുവിനെ ക്രൂരമായി പീഡിപ്പിച്ച് ക്രൂശിക്കുന്നൊക്കെ അവർ കണ്ടതാണ്. ഭയങ്കര പേടിയാണ്, അടി കിട്ടുമെന്നുള്ള പേടിയാണ്. അപ്പൊ അടി കിട്ടും എന്ന് പേടിയുള്ള ശിഷ്യന്മാരുടെ നടുവിൽ ചെന്ന് നിന്നിട്ട് കർത്താവ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഈ കുപ്പായം പൊക്കി ഇങ്ങനെ വിലാപ്പുറം കാണിക്കുകയാണ്. അവരെ കൈയൊക്കെ കാണിക്കുക. എന്താ? അടി കൊണ്ടതിന്റെ പാടാണ്, മുറിവേറ്റ പാട്. പേടി പോകാൻ വേണ്ടിയാ. എന്നിട്ട് യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. നല്ല പരിപാടിയാ. അടി പാഴ്സല് പുറത്ത് നിൽക്കുക. അടുത്ത് പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഫസ്റ്റ് പിതാവ് ഇങ്ങനെ അയച്ചിട്ടെന്നാ പറ്റി? അവരുടെ കൈകളിൽ കിടന്ന് പെടയ, ചാട്ടവാറിന് അടി കിട്ടി, മുൾക്കിരീടം ധരിച്ചു, തുപ്പലേറ്റു, അപമാനിക്കപ്പെട്ടു, കോലിനാൽ അടിച്ചു, ക്രൂശിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു പരിരക്ഷയും ഉണ്ടായില്ല. ഒരു പരിരക്ഷ ഉണ്ടായില്ല. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും. ഫിയർ നോട്ട്. ഭയപ്പെടണ്ട. നിങ്ങൾ ആ മുറിയിൽ നടക്കുന്ന രൂപാന്തരം എത്ര വലുതാണെന്ന് ചിന്തിക്കുക. ലോക ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ് അവിടെ നടക്കുന്നത്. അല്ല, അവരെ രൂപാന്തരപ്പെടുത്തുകയാണ്. യഹൂദന്മാരെ പേടിച്ചിട്ട് പാവം കഥ അടച്ചിരിക്കുക. സമാധാന കാംക്ഷികളായിട്ട് പേടിച്ച് ഇനി ഒരു ശല്യത്തിനും ഇല്ല എന്ന് പറഞ്ഞ് കഥ കടച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് അടുത്ത് നിന്നിട്ട് യേശു കാണിക്കുകയാണ് കൈയും കാലും ഒക്കെ. എന്നിട്ട് പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. മുറിപ്പാടുകളൊക്കെ കാണിക്കുകയാണ്. എന്നെ തല്ലി, അപമാനിച്ചു, ക്രൂശിച്ചു. സോ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്തോ പേടിക്കാനാടാ പോയി? കണ്ടില്ലേ ഞാൻ അടിയെല്ലാം കൊണ്ട്. ഇത്രയേറെ അടിച്ചെന്നെ ക്രൂശിച്ച് കല്ലറയിൽ വെച്ചെങ്കിലും ആ മരണത്തെ ജയിച്ച് പാതാള പാശങ്ങളെ അഴിച്ച് മരണബന്ധനങ്ങളെ തകർത്ത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്നൊക്കെ ചോദിച്ച് ഉയർത്തെഴുന്നേറ്റു മരണത്തെ ജയിച്ചു. ഇപ്പോൾ ഇതാ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അയക്കുന്നു വിത്ത് ഓൾ അതോറിറ്റി. അവർക്ക് ഈ ലോകത്തിൽ മാത്രം നിലനിൽക്കുന്ന രീതിയിലാണ് നിങ്ങളെ പീഡിപ്പിക്കാൻ കഴിയുന്നത്. പക്ഷേ 3 കാലങ്ങളിലേക്കുമുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 3 കാലങ്ങളിലേക്കുമുള്ള അധികാരം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേ ഒരാൾ തന്നെ. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം ഫോർ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്നലെയും ഇന്നും എന്നേക്കും അധികാരമുള്ളവൻ, മാറാത്തവൻ, സർവശക്തനായവൻ, ആ കർത്താവ് അധികാരത്തോടെ അവരെ അയക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഇത് പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപമോചന അധികാരം അവർക്ക് കൈമാറ്റം ചെയ്യുകയാണ്.
ഇവിടെ ശിഷ്യന്മാർക്ക് കൊഹനൂസ കൊടുക്കുന്നു എന്നാണ് സഭയുടെ പാരമ്പര്യം പറയുന്നത്. പട്ടത്തം, പൗരോഹിത്യം. അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമാസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതായത് യേശു കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് പാപമോചന അധികാരം കൊടുക്കുന്ന ആ പ്രത്യേക ഇൻസ്റ്റൻസിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഹാജരായിരുന്നില്ല, അഥവാ ഹി വാസ് ആബ്സെന്റ്. ദെൻ ഹി വാസ് ആബ്സെന്റ്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തോമാസ് ലീഹായ്ക്ക് പട്ടത്തമില്ലായിരുന്നു, പൗരോഹിത്യമില്ലായിരുന്നു എന്നൊക്കെയുള്ള ഒരു വാദം വരുന്നത് ഈ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ അബദ്ധ ജഡിലങ്ങളാണ്. കാരണം ഒരു ഇൻസ്റ്റൻസിലല്ല, പിന്നെ തുടർന്ന് ശിഷ്യന്മാർക്ക് പൊതുവായിട്ട് വീണ്ടും ചുമതലകളും അധികാരങ്ങളും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതവിടെ പ്രത്യേകം എടുത്തെഴുതിയിട്ടുണ്ട്. ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ തോമാസ് ലീഹ അവിടെ ഇല്ലായിരുന്നു എന്നുള്ള വിധത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവരോട് പറയാണ്, നിങ്ങൾക്ക് പാപങ്ങളുടെ മോചനത്തിനുള്ള അധികാരം തരുന്നു. ഈ പാപങ്ങളുടെ മോചനത്തിനുള്ള അധികാരം ഇവരെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അടുത്ത പുസ്തകത്തിൽ നിങ്ങൾ നോക്കുക. അടുത്ത പുസ്തകം എന്ന് പറയുമ്പം അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പൊ 20-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവീൻ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അത് നിർത്തപ്പെട്ടിരിക്കും എന്ന് കൽപ്പിച്ചു. ഇവിടെ ഇതാ പത്രോസ്ലീഹ പറയാണ്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ. അടുത്തത്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ ഇവിടെ ഈ പാപങ്ങളുടെ മോചനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഡ്മിഷൻ ടു ദ ചർച്ചാണ്, സഭയിലേക്കുള്ള പ്രവേശനമാണ്, ക്രിസ്തുഗാത്രത്തിലേക്കുള്ള അംഗത്വമാണ്, ക്രിസ്തുഗാത്രത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയാണ്. അതാണ് നമ്മളവിടെ കാണുന്നത്. ക്രിസ്തുഗാത്രത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു. യഹൂദന്മാരെ സ്വീകരിക്കുന്ന 2-ാം അധ്യായത്തിൽ, 8-ാമത്തെ അധ്യായത്തിൽ വരുമ്പം ശമര്യരെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിൽ ശമര്യർ, ഹാഫ് ജ്യൂ. 10-ാം അധ്യായത്തിൽ വരുമ്പം ജാതികളെ സ്വീകരിക്കുന്നുണ്ട്. 3 ഘട്ടമായിട്ടാണ്. ഇതാണ് സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ എന്ന രീതിയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാപങ്ങളുടെ മോചനത്തിനുള്ള അധികാരത്തിൽ സഭയിലേക്കുള്ള ഒരു പ്രവേശനമാണ്. യഹൂദന്മാരെ പേടിച്ച് മുറിക്കകത്ത് അടച്ച് ഒതുങ്ങിക്കൂടുന്ന ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുകയാണ്, ലെറ്റ് us open this door. ഇവരാരെ പേടിച്ചോ ആ പേടിച്ചവരുടെ ഇടയിൽ നിന്ന് 3000 പേർ ഇവരോടുകൂടെ ചേരുകയാണ്. ഹീലിംഗ് ആണ്, റിക്കൺസിലിയേഷൻ, നിരപ്പിന്റെ ശുശ്രൂഷ, അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ. ഒരാഴ്ച കഴിയുമ്പോൾ അവരുടെ എണ്ണം 5000 ആവുകയാണ്. സ്ലോമോ വാഴുകയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത്, പാപങ്ങളുടെ, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു? അപ്പൊ ഇവർ മോചിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവർ സഭയിലേക്ക് അംഗമാവുകയാണ്, സഭയിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കുകയാണ്. അപ്പൊ ആ സ്വർഗീയ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുകയാണ്. അതിനുള്ള അധികാരം ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ മാമോദിസ എന്ന് പറഞ്ഞാൽ, സ്നാനം എന്ന് പറഞ്ഞാൽ അത് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം യേശു കർത്താവ് ഈ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ സ്നാനപ്പെടുത്താനുള്ള കൽപ്പന കർത്താവ് കൊടുക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്,
സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, സകല അധികാരവും എനിക്കുള്ളത് കൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ വിത്ത് അതോറിറ്റി. അപ്പൊ ആ അധികാരമാണ് ഇവിടെ കൊടുക്കുന്നത്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ ഈ ശ്ലീഹന്മാരോട് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അത് നിർത്തപ്പെടും. അതാണ് അധികാരം. അപ്പം മാമോദിസ എന്ന് പറഞ്ഞാൽ, സ്നാനം മാമോദിസ എന്ന് പറഞ്ഞാൽ അധികാരത്തോടെ നടത്തോണ്ട. അല്ല ആരെങ്കിലും പിടിച്ച് മുക്കിയാൽ പോരാ. ആരെങ്കിലും എവിടെയെങ്കിലും പിടിച്ച് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ പാപമോചനാകത്തില്ല. അതിന് അധികാരമുള്ളവർ ചെയ്യണം. ഈ പെന്തക്കോസ്ത് ദുരുപദേശത്തിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പമാണത്. അവർ ചിന്തിക്കുന്ന ആരെങ്കിലും പിടിച്ച് മുക്കിയാൽ മതി. മുക്കിയാൽ പോരാ. കാരണം കർത്താവ് ആർക്കാണ് അധികാരം കൊടുത്തത്? കർത്താവ് ആർക്കാണ് അധികാരം കൊടുത്തത്? ശ്ലീഹന്മാർക്കാണ് കൊടുത്തത്. ഈ പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ പറയാണ്, നിങ്ങൾ മാമോദിസ സ്വീകരിക്കുവീൻ പാപങ്ങളുടെ മോചനത്തിനായി, അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ ആരെങ്കിലും അങ്ങോട്ട് പിടിച്ച് മാമോദിസ കൊടുത്താൽ പോരാ. നിങ്ങൾ ഇനി അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം എടുക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം എടുക്കുമ്പോൾ ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഫിലിപ്പോസ് ഒരു ശമാശനായിരുന്നു. ആ പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടായി, വലിയ സന്തോഷം. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. നിങ്ങൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. പന്ത്രണ്ടാമത്തെ വാക്യം, പ്രവൃത്തികളുടെ പുസ്തകം 8-12. ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ, അവർ വിശ്വസിച്ചത് എന്താണ്? അവർ വിശ്വസിച്ചത് ഫിലിപ്പോസിനെയാണ്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ അവർ സ്നാനമേറ്റു. ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ അവർ സ്നാനമേറ്റു. പതിനാലാമത്തെ വാക്യം, അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവരിൽ ആരുടെ മേലും
ആത്മാവ് വന്നിരുന്നില്ല. അടുത്തത്, അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ആരാരുടെ മേൽ കൈവച്ചു? അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും ആ ജനത്തിന്റെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ഇനി ഈ സ്ക്രീനിൽ ഇവിടെ നോക്കുക, ഈ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം. കണ്ടോ? 12-ാം വാക്യം നോക്കുക. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ. അപ്പൊ ഫിലിപ്പോസിനെ വിശ്വസിക്കുകയാണ്. കാരണം ഫിലിപ്പോസ് എവിടെ നിന്നാണ്? ഒരു ഓതന്റിക് കേന്ദ്രത്തിൽ നിന്ന്, ആധികാരിക കേന്ദ്രത്തിൽ നിന്നാണ് എന്നവർ വിശ്വസിക്കുന്നത്. അവര് വിശ്വസിച്ചു, അവര് സ്നാനമേറ്റു. അപ്പൊ കൊഹനൂസമുള്ള, പട്ടത്തം പൗരോഹിത്യമുള്ള പത്രോസും യോഹന്നാനും അവിടെ ചെന്ന് കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ഫിലിപ്പോസ് കുറഞ്ഞ പുള്ളിയായിരുന്നോ? ഫിലിപ്പോസ് കുറഞ്ഞ പുള്ളിയായിരുന്നോ? ഇനി പെന്തക്കോസ്തുകാര് ഉത്തരം പറയണം. കാരണം ഇപ്പൊ സ്നാനമേറ്റ ആർക്കും സ്നാനപ്പെടുത്താം, അല്ലെങ്കിൽ ആരെങ്കിലും മതി. ആവറാച്ചനും സ്നാനപ്പെടുത്തി, ബേബിക്കുട്ടനും സ്നാനപ്പെടുത്തി, ചന്ദ്രനും സ്നാനപ്പെടുത്തി, ശശിയും സ്നാനപ്പെടുത്തി. ഭയങ്കര സ്നാനമാണ്. കഴിഞ്ഞിടയ്ക്ക് ചമീറും സ്നാനപ്പെടുത്തിയെന്നുണ്ട്. എന്തോ ആണെന്ന് മനസ്സിലായില്ല. ഫിലിപ്പോസ് ആരാണ്? വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വന്തം കൈയാൽ സംഭവിച്ചു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇപ്പം ഈ ചില കരിസ്മാറ്റിക് അല്ലെങ്കിൽ അൽമായ പ്രഭാഷകരുണ്ട്. ചെറിയൊരു പ്രവചനമോ എന്തെങ്കിലും ഒരു അത്ഭുതമൊക്കെ നടക്കും. ഒരു മൂക്കിൽ വേദനയൊക്കെ പോയി, അത് പോയി, ഇത് പോയി. പിന്നെ അവര് വലിയ അധികാരമുള്ളവരാണ്. തിരുമേനിമാരെക്കാളും വലിയ ആളുകളാണ്, ഡിമാൻഡാണ്. ഇവിടെ ശമരിയ പട്ടണത്തിൽ ഭയങ്കര അത്ഭുതം നടന്നത്. ഗ്രേറ്റ് റിവൈവൽ. ഭൂതങ്ങൾ അലറിപ്പോവുക, രോഗികൾ സുഖപ്പെടുക, എല്ലാം നടന്നു. ഫിലിപ്പോസ് സ്നാനവും നടത്തി. പക്ഷെ കൊഹനൂസോ belong to the apostles. കൈവപ്പിന്റെ പ്രാധാന്യമാണ്. യേശു കർത്താവ് കൊടുത്ത ആ പൗരോഹിത്യം അവര് ചെല്ലുകയാണ്. പത്രോസ് അവിടെ ശമരിയയിൽ ചെന്ന് അവർക്ക് കൈവച്ച് കഴിഞ്ഞപ്പോൾ അവർ ട്രൂ ഓതന്റിക് ചർച്ചിനോട് കണക്റ്റഡ് ആയി. എന്ന് പറഞ്ഞാൽ എപ്പാർട്ട് ഫ്രം ദ ചർച്ച്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. യു cannot do anything apart from me. യേശു ക്രിസ്തു പറയുകയാണ്. അപ്പൊ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദാറ്റ് ഇസ് ചർച്ച്. അപ്പൊ ആ യഥാർത്ഥ അപ്പോസ്തലിക കൂട്ടായ്മയിൽ, ആ സഭയിൽ അംഗമാവുക, അവിടെയാണ് പാപമോചനങ്ങളുടെ അധികാരം. അതോറിറ്റി ഓഫ് അപ്പോസ്റ്റൽസ്, അപ്പോസ്തലന്മാരുടെ അധികാരം. അതാണ് നമ്മളിവിടെ 8-ാം അധ്യായത്തിൽ കാണുന്നത്. ഇപ്പൊ നിങ്ങളിപ്പം സ്നാനപ്പെട്ടവരൊക്കെ ഓർക്കുക, ആ ബ്രദർ മുക്കി, ഈ ബ്രദർ മുക്കി, കൊള്ളാം, ബ്രദറിന്റെ കൂടെ കുളിച്ചു എന്ന് പറഞ്ഞാൽ മതി. നല്ല രസമില്ലേ? 10 കൊല്ലം മുമ്പ് ഈ അമേരിക്കയിലൊരു പാസ്റ്റർ, മലയാളി പാസ്റ്ററാണ്, ന്യൂയോർക്കിലുള്ളൊരു പാസ്റ്റർ. പുള്ളിക്ക് തോന്നി, പുള്ളിയുടെ ചർച്ചിലുള്ള ഒരു ചെറുപ്പക്കാരി, ഈ പുള്ളിക്ക് 60 വയസ്സുണ്ട്, അപ്പം ഒരു ചെറുപ്പക്കാരി ആയിട്ട് ഒന്ന് സ്വിം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ചുമ്മാ കുളിക്കും. അവിടെയൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ മലയാളികളൊക്കെ കാണുമല്ലോ എന്ന് ഓർത്ത് പുള്ളി എന്ത് ചെയ്തു, കുറെ വടക്കോട്ട് മാറി ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ആ ഹോട്ടലിന്റെ സ്വിമ്മിംഗ് പൂളിൽ രണ്ടുപേരുടെ ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരിക്കലും മലയാളികളില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ പുള്ളിയുടെ സമയം നല്ലതായതുകൊണ്ട് കാനഡയിൽ പോയിട്ട്, കാനഡയിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു ഫാമിലി ഇങ്ങനെ ലോങ് ഡ്രൈവ് ആയിരുന്നു. ഡ്രൈവ് ചെയ്തപ്പോൾ അവർക്ക് ഉറക്കം വന്നു.
അപ്പോൾ ഡ്രൈവിംഗ് ക്ഷീണമായപ്പോഴൊക്കെ അവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് സമയം ഒരു ഹോട്ടലിൽ വല്ലതും റൂം എടുത്ത് കുറേ നേരം റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു ഓടിക്കുക, അല്ലെ ഉറക്കത്തിൽ വല്ല അപകടം ഉണ്ടായെന്ന് ചെയ്യുക. അപ്പോൾ അവരെല്ലാം കൂടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അവർ ഹോട്ടൽ റൂമിന്റെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ തകതത്ത് ഈ നയനമനോഹരമായ കാഴ്ച. അവരുടെ പാസ്റ്റർ നീന്തി തുടിക്കുന്നു മത്സ്യകന്യകയുടെ കൂടെ. അങ്ങനെ ഒരു കാഴ്ച ഉണ്ട്. അത് അക്കാലത്ത് മലയാളികളുടെ ഇടയിൽ ഒരു ചർച്ചയായിരുന്നു. നല്ല രസമല്ലേ ഒരു പാസ്റ്ററിന്റെ കൂടെ വെള്ളത്തിൽ ചാടുക എന്ന് പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ, നിങ്ങളുടെ സ്നാനത്തിന്റെ അത്രയും വാലിഡിറ്റി ഉള്ളൂ. ആ ബ്രദറിന്റെ കൂടെ ഒന്ന് വെള്ളത്തിൽ ചാടാൻ പറ്റി, ഈ ബ്രദറിന്റെ കൂടെ ഒന്ന് വെള്ളത്തിൽ ചാടാൻ പറ്റി എന്നുള്ള നോ വാലിഡിറ്റി. ഇവിടെ പീലിപ്പോസ് സ്നാനപ്പെടുത്തിയിട്ട് പോലും സംഗതി ഏറ്റില്ല, പത്രോസ് വരേണ്ടി വന്നു. അപ്പൊ അപ്പോസ്തോലിക അധികാരത്തിൽ മാത്രമേ ഈ ബാപ്റ്റിസത്തിന് വാലിഡിറ്റി ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും എരുമ കുളിക്കുന്ന വെള്ളത്തിൽ കൊണ്ട് നിന്നെ മുക്കി എന്ന് പറഞ്ഞ് നീ മുങ്ങിയിട്ട് ഒരു വിശേഷവും ഇല്ല. അപ്പോസ്തോലിക അധികാരം കൈവപ്പ്, കൃത്യമായ കൈവപ്പുള്ള, കൃത്യമായ അപ്പോസ്തോലിക അധികാരമുള്ള അപ്പോസ്തോലിക കൂട്ടായ്മ, അത് മേക്ക് ഷുവർ ചെയ്തിട്ട് അവിടെ നീ മാമോദിസ സ്വീകരിച്ചെങ്കിൽ ആ മാമോദിസയ്ക്ക് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ, അല്ലെ ആരെങ്കിലും പിടിച്ചു മുക്കി. അതുകൊണ്ടാണ് സഭ ആദ്യകാലം മുതൽ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായി, സൂക്ഷ്മ ശ്രദ്ധാലുക്കളായി നിലകൊള്ളുന്നത്. അപ്പൊ പാപങ്ങളുടെ മോചനം എന്ന് പറഞ്ഞാൽ ഈ സഭയിലേക്ക് അവരെ എടുക്കുക. ആ പാപമോചന അധികാരമാണ് പുരോഹിതന്മാർ തുടർന്ന് എക്സർസൈസ് ചെയ്യുന്നത്. ഇന്നും ആ പാപമോചന അധികാരമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ പാപമോചന അധികാരം എന്ന് പറഞ്ഞാൽ ഈ കുമ്പസാരം അത് 3 തരത്തിലുണ്ട്. ഒന്ന് രഹസ്യ കുമ്പസാരം, 2 പരസ്യ കുമ്പസാരം. അത് കാനോനികമല്ല, വിൽഫുള്ളി ചെയ്യാം. ഇപ്പൊ ഒരാൾക്ക് ഇപ്പം പിന്നെ പരസ്യമായിട്ട് പാപം ഏറ്റു പറയണമെന്ന് സഭ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരാൾക്ക് തോന്നുകയാണ്, സക്കേവൂസ് ചെയ്തതുപോലെ ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി കൊടുക്കുന്നു, ചതിവായി വാങ്ങി 4 മടങ്ങ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ പരസ്യമായിട്ട് ആർക്കെങ്കിലും കുമ്പസാരിക്കണം. പിന്നെയുള്ളത് സഭയുടെ മുമ്പാകെ വിളിച്ചു വരുത്തി കുമ്പസാരിപ്പിക്കുക, അവന്റെ പാപങ്ങളെ പറഞ്ഞിട്ട് അവനെ കൗദാശിക ബന്ധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന എടുക്കാൻ പറ്റത്തില്ല. ഇത് പെന്തക്കോസ്തുകാർ ചെയ്യാറുണ്ട്, കർത്തൃമേശയെന്ന് മാറ്റിയിരുത്തുക എന്ന് പറഞ്ഞൊക്കെ വലിയ നടപടിയൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ സ്നാനവും വാലിഡല്ല, വിശുദ്ധ കുർബാനയും വാലിഡല്ല. അവർ ഈ നമ്മുടെ നാളെ ഒരു തിരുമേനി പറഞ്ഞ പോലെ നാരങ്ങാവുള്ള റൊട്ടിയും വെച്ച് എന്തോ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒന്നും വിശുദ്ധ കുർബാനയൊന്നുമല്ല. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പൗരോഹിത്യം ഉള്ള ആളുകൾ ആ സ്ഥാപന വചനങ്ങൾ ചൊല്ലി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന, അതാണ് വിശുദ്ധ കുർബാന. അല്ലാത്തൊന്നും വിശുദ്ധ കുർബാനയല്ല. വേറെ എന്തോ അവർ ചെയ്തു, കുറച്ച് അപ്പം കഴിച്ചു എന്നൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ സുറിയാനി സഭയെ പോലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് വിഭജിച്ച് എന്ന് പറഞ്ഞ അച്ഛൻ അതിനെ ആ സ്ഥാപന വചനങ്ങൾ ചൊല്ലി വിശുദ്ധീകരിക്കുമ്പോൾ ആ ത്രോണോസിൽ വെച്ചിരിക്കുന്ന ആ അപ്പവീഞ്ഞുകളാണ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ. അല്ലാതെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന, ഇപ്പൊ പഴയ കാലത്ത് ഇപ്പോഴത്തെ പള്ളികളിലൊന്നും ഇല്ലായിരുന്നു. പണ്ടൊക്കെ ഈ ബുർക്സ അപ്പം ഉണ്ടായിരുന്നു, എക്സ്ട്രാ വരുന്ന അപ്പം വിശ്വാസികൾക്ക് കൊടുക്കുമായിരുന്നു. ബുർക്സ എന്നാ എന്ന് പറയുന്നു. ഈ കോപ്റ്റിക് പള്ളി ചെല്ലുമ്പോൾ ഇപ്പോഴും അങ്ങനെയാണ്. കോപ്റ്റിക്കാരെ അവരെ ഒരുപാട് അപ്പം കൊണ്ടുവരും, അതിൽ നിന്നൊരപ്പം ചൂസ് ചെയ്യും, തെരഞ്ഞെടുക്കുന്ന അപ്പം വെച്ചാണ് അവർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ബാക്കി വരുന്ന അപ്പങ്ങൾ അവിടെ മുറിച്ച് വിശ്വാസികൾക്ക് വേണ്ടി വെക്കും, അതങ്ങനെ കഴിക്കും. പക്ഷെ അതൊരിക്കലും വിശുദ്ധ കുർബാനയല്ല. അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുപോലെ ഇവരെന്തോ ഒരു റൊട്ടിയും വെള്ളവും ഒക്കെ കഴിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് പോലും മാറ്റിയിരുത്താറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് 3 തരത്തിലുള്ള കുമ്പസാരമുണ്ട്. ഞാൻ കുമ്പസാരത്തിന്റെ വിവിധ രീതികളെ കുറിച്ചല്ല, ഇത് സഭയോടുള്ള അനുരഞ്ജനമാണ്, അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ നിരപ്പാവുക. അതാണ് കുമ്പസാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെയാണ് പാപമോചന അധികാരം എക്സർസൈസ് ചെയ്യപ്പെടുന്നത്. പറഞ്ഞാൽ ചർച്ച് ബോഡിയോട് യുണൈറ്റ് ചെയ്യിക്കുക, അതിനുള്ള അധികാരം പുരോഹിതനാണ്. ആ പൗരോഹിത്യ അധികാരമാണ് എക്സർസൈസ് ചെയ്യപ്പെടുന്നത്. അതാണ് അത്തനാഷ്യസ്
വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരോഹിതനിലൂടെ അത് പ്രവഹിക്കപ്പെടുന്നു. അപ്പൊ ക്രിസ്തു നൽകുന്ന ആ പാപമോചനം എന്താണ്? ആ പാപമോചനം, വരുവീൻ നമുക്ക് തമ്മിൽ രമ്യപ്പെടാം. യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, വരുവീൻ നമുക്ക് തമ്മിൽ രമ്യപ്പെടാം, വരുവീൻ നമുക്ക് തമ്മിൽ അനുരഞ്ജനപ്പെടാം. ഇതാണ് പൗലോസ്ലിയ പറയുന്നത്. ഈ ശുശ്രൂഷ, ഈ നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ. നോക്കുക, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടുന്നുണ്ടോ? ഇല്ല. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടുന്നില്ല. പിന്നെയോ ഇപ്പൊ എവിടെയാ പ്രശ്നം? ഈ മുറിക്കകത്തിരിക്കുന്നവന്റെ ഹൃദയത്തിലാണ് പ്രശ്നം. പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? അതായത് ക്രിസ്തുവിനെ ക്രൂശിച്ച യഹൂദന്മാര് പുറത്തു നിൽക്കുക. അവരുടെ പാപങ്ങൾ ആരാ മോചിക്കണ്ടേ? ഇത് സംഗതി ഉപയോഗിക്കണം. അതായത് നിങ്ങൾ പറഞ്ഞ TV ഓൺ ചെയ്യണം കേട്ടോ, മനസ്സിലെ. ക്രിസ്തുവിനെ ക്രൂശിച്ച യഹൂദന്മാരാണ് പുറത്തു മുഴുവൻ, ഈ മുറിക്ക് പുറത്തു മുഴുവൻ. ഈ മുറിക്കകത്തിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള ചിന്ത അവന്മാരുടെ കാര്യം മുഴുവൻ പോക്കാം. കാരണം കർത്താവിനെ ക്രൂശിച്ചവരല്ലേ. പക്ഷെ സംഭവം എന്താ? പുറത്തുനിന്ന് വരുന്ന കർത്താവ് ഓൾറെഡി അവരോട് ക്ഷമിച്ചിട്ടാ വരുന്നത്. എല്ലാം പിടികിട്ടുന്നുണ്ടോ? അതായത് കുരിശേ കിടന്ന് തന്നെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവ് ഇവരോട് ക്ഷമിക്കണമേ. തൃത്വമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. അപ്പൊ പുത്രൻ പിതാവിനോട് നേരിട്ട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കേൾക്കുകയല്ലേ? കേട്ടോ ഇല്ലയോ? ഉത്തരം പറ, വേഗം പറ. അതായത് പുത്രൻ പിതാവിനോട് നേരിട്ട് പറഞ്ഞാൽ ആ പ്രാർത്ഥന കേൾക്കോ ഇല്ലയോ? പുത്രൻ ക്ഷമിച്ചു, പിതാവ് ക്ഷമിച്ചോ? പിതാവ് അത്ര പെട്ടെന്ന് ക്ഷമിക്കൂ? പിതാവും പുത്രനും പരിശുദ്ധരായി അവരോട് ക്ഷമിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? ഇനി ഇവന്മാരാണ് ക്ഷമിക്കാനുള്ളത്. അപ്പൊ ഹീലിംഗ് ആർക്കാണ്? ആരുടെ ഹൃദയത്തിൽ? ഇതാ ഈ സ്ലോമോ എന്ന് പറയുന്നത്. അപ്പൊ സ്ലോമോ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് റിലേഷൻഷിപ്പ്. എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഇപ്പൊ ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത്. മലങ്കര സഭയിൽ സംഭവിക്കേണ്ട കാര്യം ഇതാണ്. രണ്ടു വിഭാഗമായിട്ട് യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും ഇങ്ങനെ നിൽക്കുന്നത്. ഒരുപാട് ന്യായീകരണങ്ങൾ ഇവർക്കുണ്ട്. അന്യോന്യം ശ്ലോമോ നൽകിൻ, കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തൻ ശ്ലോമോയും നൽശൈലോയും നമ്മെ കാക്കട്ടെന്നാളും തൻ ശ്ലോമോയും നൽശൈലോയും നമ്മെ കാക്കട്ടെന്നാളും. ഇതാണ് പറയുന്നത്, അവരുടെ ഹൃദയത്തിൽ ആണ് പ്രശ്നം, ദൈവത്തിനല്ല പ്രശ്നം. യേശു കർത്താവിനല്ല പ്രശ്നം. പൗലോസ് ശ്ലീഹ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയണം, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ ഒന്നും അക്കൗണ്ട് ചെയ്ത് വെച്ചിട്ടില്ല. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ഈ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു, ചർച്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നു, സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം ഓൾറെഡി ക്ഷമിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളങ്ങ് ക്ഷമിച്ചാൽ മതി. പാപമോചനങ്ങളുടെ അധികാരമാണ്, പാപങ്ങളുടെ മോചനത്തിന്റെ അധികാരമാണ്. ബ്ലാങ്ക് ചെക്ക് സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതാണ് അതോറിറ്റി. ആ അതോറിറ്റി സഭയിൽ പുരോഹിതനാണ് ലഭിച്ചിരിക്കുന്നത്. ആ വ്യത്യാസം ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അത് സഭയ്ക്ക് മൊത്തമാണ്, മൊത്തം അൽമായർക്കാണ് എന്ന് പറഞ്ഞു. കൊഹനൂസോ, കോമൺ പ്രീസ്റ്റ്ഹുഡ്, പൊതു പൗരോഹിത്യം എല്ലാ അൽമായനും ഉണ്ട്.
കാരണം പൗരോഹിത്യത്തിന്റെ 1-ാം പടിയിലേക്കാണ് മാമോദിസ കൊടുക്കുന്നത്. 1-ാം പട്ടമാണ് മാമോദിസ. പക്ഷേ ഞാൻ പറഞ്ഞ വാക്യം നോക്കുക, 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് മാമോദിസ നടത്തിയിട്ട് അത് പൂർത്തീകരിക്കപ്പെട്ടില്ല. പത്രോസ്ലീഹ ചെന്ന് കൈവെക്കുമ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് പൗരോഹിത്യ നൽവരം എപ്പോഴും നിലനിൽക്കുന്നു, പാപമോചന അധികാരം നിലനിൽക്കുന്നു, വിശുദ്ധ കുമ്പസാരത്തിന്റെ സാധുത നിലനിൽക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരം എന്നുള്ളത് ശ്രേഷ്ഠമായ കുമ്പസാരമാണ്, കൂദാശയാണ്, അത് വാലിഡാണ്, അത് സാധുതയുള്ളതാണ്, അത് യുക്തിസഹമാണ്, അത് നിലനിൽക്കുന്നതാണ്. എന്നാൽ അനർഹരായ ആളുകൾ, അയോഗ്യരായ ആളുകൾ പുരോഹിതന്മാരായത് വഴി ആ ശുശ്രൂഷയുടെ മാന്യത നഷ്ടപ്പെട്ടു, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പല കാരണങ്ങളുണ്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണങ്ങൾ. കാരണം കുടുംബസ്ഥിതി ഇല്ലാത്തവരെയൊക്കെ പിടിച്ച് അച്ഛന്മാരാക്കേണ്ട ഗതികേട് ഈ സഭകൾക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പഴയ പോലെയല്ല സെമിനാരി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറ്റം പറയുന്നതല്ല, സത്യത്തെ അതൊരു അലവലാതി ഏർപ്പാട് എന്ന് പറഞ്ഞാൽ ഗുരുശിഷ്യ ബന്ധമായിട്ട് ഈ ഗുരുക്കന്മാരുടെ കൂടെ നിന്ന് പഠിക്കുന്നത്, അതാണ് ശരിക്കുമുള്ള ക്രിസ്ത്യൻ മാതൃക. അത് ഈ പ്രീ സെമിനാരി, പോസ്റ്റ് സെമിനാരി എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ ഈ സെമിനാരി പഠിക്കേണ്ടി വേണ്ടി 3 വർഷം തിയോളജി പഠിക്കാനൊക്കെ സെമിനാരി പോയി കഴിഞ്ഞാലും ഏതെങ്കിലുമൊക്കെ മെത്രാച്ചന്മാരുടെ കൂടെ നിന്ന് ഒരു 3 വർഷമൊക്കെ നിന്ന് അവരുടെ കൂടെ സഹകരിച്ച് സഹായിച്ച് ഇവന് കൃത്യമായിട്ട് നമസ്കാരം ചൊല്ലാനൊക്കെ എഴുന്നേൽക്കുന്നുണ്ടോ, നമസ്കാരം ചൊല്ലുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, അതിനകത്ത് ശുഷ്കാന്തി ഉണ്ട്, ഇതൊക്കെ മെത്രാച്ചൻ നോക്കും. ഇത് മെത്രാച്ചൻ തന്നെ നമസ്കാരം ചൊല്ലുന്നുണ്ടോ നമുക്കറിയത്തില്ല. അപ്പൊ പഴയ കാലത്ത് അങ്ങനെയാണ്, സൂക്ഷ്മമായിട്ട് തിരുമേനിമാര് നോക്കും. നോക്കിയിട്ട് തിരുമേനി പറയാം, ഇവൻ കൊള്ളാം, ഇവനെ പട്ടം കൊടുക്കാൻ കൊള്ളാം, പട്ടം കൊടുക്കാറായി അങ്ങനെ കൊടുത്ത പട്ടക്കാരാണ് സഭയെ നേർവഴിക്ക് നയിച്ചത് എന്ന് പറഞ്ഞാൽ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്. അല്ലാതെ ഇവന്റെ സർട്ടിഫിക്കറ്റ് നോക്കി ഇവൻ കോപ്പി അടിച്ച് എഴുതി, എസ് എഴുതി, സറാംപൂരിൽ നിന്ന് സാഹിബ് മാർക്ക് കൊടുത്ത് ഇതൊന്നും നോക്കിയിട്ട് പട്ടം കൊടുക്കുക, അതല്ല. അപ്പൊ അങ്ങനെ ഈ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതുമ്പോ പട്ടം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ആദ്യം അവനെ പരീക്ഷിക്കണം. അനിന്യനെന്ന് കണ്ടാൽ ശുശ്രൂഷ ഏൽക്കട്ടെ, പട്ടം കൊടുക്കട്ടെ. അപ്പൊ പട്ടം കൊടുക്കുന്നതിന് മുമ്പ് ബിഷപ്പ് അല്ലെ എപ്പിസ്കോപ്പ ഈ സ്ഥാനാർത്ഥിയെ പരിശോധിക്കണം, പരീക്ഷിക്കണം, വളരെ നാളുകൾ നിരീക്ഷിക്കണം, അതിനുശേഷം വേണം പട്ടം കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ട് സഭയില് പ്രീ സെമിനാരിയും പോസ്റ്റ് സെമിനാരിയും വളരെ കർക്കശമാക്കണം, നിർബന്ധമാക്കണം. അങ്ങനെ പട്ടം കൊടുത്താൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് അനർഹരും അയോഗ്യരും ആയ ആളുകൾ ഇതിനകത്ത് ഈ വേഷത്തിനകത്ത് കയറിപ്പറ്റി ചെയ്തിട്ടുള്ള ദ്രോഹമാണ്. അതുകൊണ്ട് ആ കൂദാശയെ കുറ്റം പറയുന്നതിലോ വില കുറച്ച് കാണിക്കുന്നതിലോ ഒന്നും ഒരർത്ഥവുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാർ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് കാർ യാത്ര അവസാനിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ കാർ അപകടത്തിൽപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് ശരിയായ രീതി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ എല്ലാ തരത്തിലും വളരെ യോഗ്യതയുള്ള ഒരു കൂദാശയാണ് എന്നത് നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു കാരണവശാലും അതിനെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു എവരിവൺ. സമാധാനം നിങ്ങളുടെ മേൽ വാഴട്ടെ. മൂലം മേലിന ധന്യ മറിയാമിനു നൽകപ്പെട്ടു തീപ്പൂണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാൻ നാഥൻ കൂടെ തന്നുദയം നിന്നിൽ ശ്ലോമോ തന്നിബിയന്മാർക്കും ശ്ലോമോ തൻ സ്ലീഹൻ മാർക്കും ശ്ലോമോ
സഭയ്ക്കും ശ്ലോമോ. നാം ദൈവസുതന്മാരാവാം ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നത്താദരയോർക്കേണം. നയവാന്മാർ പുണ്യപേട്ടോ ഒന്നീച്ചേകുമവർക്കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം.